അപ്പോൾ നമ്മളിന്ന് വീണ്ടും കൊയിലോൺ ഗ്രാഫിക്സ് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമുക്കൊരു നാനോ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു നാനോയ്ക്കകത്ത് കുറച്ച് പരിപാടികൾ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻട്രോ പറയുന്നത് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. ഒരു പോർഷൻ ക്ലീൻ ചെയ്തു, ഒരു പോർഷൻ ക്ലീൻ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഹെഡ് ലാമ്പ് ക്ലീൻ ചെയ്തു. ഇപ്പോൾ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഹെഡ് ലാമ്പ് നമുക്ക് പഴയ ഹെഡ് ലാമ്പ് എന്ന് വെച്ചാൽ നിറം മങ്ങിയ ഹെഡ് ലാമ്പ് എന്ന് വെച്ചാൽ മഞ്ഞ ഷെയ്ഡ് അടിക്കുന്ന ഹെഡ് ലാമ്പ് ഉണ്ടല്ലോ, ആ ഹെഡ് ലാമ്പ് ക്ലീൻ ചെയ്യാം. അതുപോലെ ഗ്ലാസ്സിനകത്ത് കുറേ കഴിയുമ്പോഴത്തേക്ക് സ്ക്രാച്ചസ് വീഴും നല്ലപോലെ. നമ്മൾ പ്രത്യേകിച്ച് ഈ പൊടിയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വൈപ്പറൊക്കെ ഇട്ടിട്ട് ഒരുപാട് സ്ക്രാച്ചുകളാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് രാത്രിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്യാം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, പെട്ടെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ നമ്മൾ വീണ്ടും കൊയിലോൺ ഗ്രാഫിക്സിലുള്ള നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു നാനോ റീസ്റ്റോർ ചെയ്യുകയാണ് അല്ലേ? ഇത് മൊത്തത്തിൽ ഒരു വർക്ക്ഷോപ്പിൽ കിടന്ന വണ്ടിയാണ്, കുറേ നാളായിട്ട് കിടക്കുകയാണ് അല്ലേ? ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നതിനകത്ത്? ഗ്ലാസ് പോളിഷിംഗ്, ഹെഡ്ലൈറ്റ് പോളിഷിംഗ്. ഹെഡ്ലൈറ്റ് ഇത് രണ്ടുമാണ് ചെയ്യുന്നത് അല്ലേ? ഈ മഞ്ഞ് ശരിക്കുന്നത് ഫുള്ള് വൈറ്റ് ആവും. വൈറ്റ് ആവും. ഓക്കെ, എന്തൊക്കെയാണ് അത് ചെയ്യുന്നത് മെയിനായിട്ട്? നമ്മൾ റബ്ബ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്കൊരു ലിക്വിഡ് ഉണ്ട്, ഒരു പൊടി, അത് ഉപയോഗിച്ച് നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് പരിപാടി. നമുക്ക് ജസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ആദ്യം ഇത് രണ്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് അത് നമ്മൾ ഈ പോർഷൻ ചെയ്ത് കാണിക്കുക, അത് എങ്ങനെയാണ് ഇരുന്നുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ, ആ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടല്ലേ? ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് റബ്ബിംഗ് കോമ്പൗണ്ട് അല്ലേ? ഇത് നമ്മൾ നോർമൽ റബ്ബിംഗ് കോമ്പൗണ്ട് അല്ലേ? പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇത് മാത്രമേ മതിയോ? ഇത് അടിച്ചു കഴിഞ്ഞാണ് നമ്മൾ രണ്ടാമത് ചെറിയ ഓക്സൈഡ് അടിക്കുന്നത്. ചെറിയ ഓക്സൈഡ് അതെന്താ സാധനം? ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് പോളിഷിങ് കഴിഞ്ഞു. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയില്ലേ? അതെ അതെ. ഗ്ലാസിനകത്ത് ആ ചെറിയ ചെറിയ പിടുത്തമൊക്കെ അങ്ങ് പോയി അല്ലേ? കുറച്ച് സ്മൂത്ത് ആയി. പക്ഷെ സ്ക്രാച്ച് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇതാണ് ചെറിയൊരു സ്ക്രാച്ചുകളൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാം. വ്യക്തമല്ല, എന്നാലും ഇവിടെ സ്ക്രാച്ച് ഉണ്ട്, ഇവിടെ എല്ലാം സ്ക്രാച്ച് ഉണ്ട്. ചുണ്ണാമ്പല്ലേ? ചുണ്ണാമ്പല്ല, ചെറിയ മോക്സൈഡ് തന്നെ, പക്ഷെ അത് വെളുത്തിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഫെൽറ്റ് പാഡ് ഉപയോഗിച്ചാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. ഫെൽറ്റ് പാഡ്? അതെ അതെ, ഫെൽറ്റ് പാഡാണ്. അതൊരു ആട്ടിന്റെ രോമം പോലുണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് അത്. ഓക്കെ ഓക്കെ, അങ്ങനെ വ്യത്യാസമുണ്ട്. അങ്ങനെ വ്യത്യാസമുണ്ട്. തുണിയുടെ അതല്ല, ഫെൽറ്റ് പാഡാണ്. ഫെൽറ്റ് പാഡ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അത് ഈ ഗ്ലാസിന് വേണ്ടി മാത്രമാണ്? അതെ, ഗ്ലാസിന് മാത്രമാണ് അത് ഫെൽറ്റ് പാഡ് ഉപയോഗിക്കുന്നത്. ഈ പാഡ് ഉപയോഗിക്കുന്നത് അതിന്റെ റീസൺ എന്താണ് ഗ്ലാസിന് അത് ഉപയോഗിക്കാനുള്ള? അതായത് തുണിക്കെന്ന് പറയുമ്പോൾ പവർ വരത്തില്ല. ഫെൽറ്റ് പാഡ് ആകുമ്പോഴത്തേക്ക് ഇച്ചിരി പവർ കൂടുതലുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് ഇതൊരു വെറ്റ് കണ്ടീഷനിൽ എങ്ങനെ ഇട്ടേക്കുമല്ലോ. ഇതെങ്ങനെ നനച്ചിടുന്നതിന്റെ റീസൺ എന്താ? അതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ചൂടാവാതിരിക്കാൻ. നമ്മൾ ഈ ബഫ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്ലാസ് ചൂടാവാതിരിക്കാനാണ് ഒരു നനവിന്റെ പ്രസൻസ് വേണം. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ മെറ്റീരിയൽ ചെറിയൊരു ഹീറ്റ് ഉണ്ടല്ലേ? അതെ അതെ. ഈ ഒരു ഹീറ്റ് ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം ഹീലായി പോകുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എന്തൊരു പാഡിന്റെ പേരെന്താണത്? ഫെൽറ്റ് പാഡ്. ഫെൽറ്റ് പാഡ് വെച്ചിട്ട് ഇത് പോളിഷ് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് പരിപാടിയാണ്. ഏകദേശം പോളിഷ് ചെയ്ത് കഴിയാറായി. വളരെ പെട്ടെന്ന് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. കുറേ സ്ക്രാച്ചൊക്കെ മാറി, ഇവിടെയൊക്കെ കുറേ ചെറിയൊരു സ്ക്രാച്ചുകളുണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞില്ലേ? ഇനി ഇതിൻ്റെ മേളിൽ വല്ലതും അപ്ലൈ ഉണ്ടോ? ഇനി വല്ലതും ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുക. ഇപ്പോൾ സർഫസ് സ്മൂത്ത് ആയിട്ടുണ്ട് അല്ലേ? ചൂടുണ്ടോ? ഇല്ല, നമ്മൾ ആ വെള്ളം ഒഴിച്ച് ചെയ്യുന്നതുകൊണ്ട് വലിയ ഹീറ്റോ കാര്യങ്ങളൊന്നും ഗ്ലാസ്സിലേക്ക് വരുന്നില്ല. ആ ബ്ലാക്ക് സ്പോട്ട് ഫുള്ള് പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അതാണ് നമുക്ക് അപകടങ്ങൾ ഒഴിവായി കിട്ടും. രാത്രികാല യാത്രകൾക്കൊക്കെ നമ്മൾ എത്ര ഇതാക്കിയാലും ആ ബ്ലാക്ക് സ്പോട്ട് പോകത്തില്ല. ഇതുപോലെ ഇത് ക്ലീൻ ചെയ്തെടുത്താലേ എൻ്റെ ബ്ലാക്ക് സ്പോട്ട് പോകത്തുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ, അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ പഴക്കമുള്ള വണ്ടികൾക്ക് ഇത്ര സ്പോട്ടുകൾ വരുന്നത് പതിവാണ്. അതെല്ലാം പോയി ഒരു സ്മൂത്ത് സർഫസിലേക്ക് വരും. ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹെഡ്ലൈറ്റ് പോളിഷ് ചെയ്യാൻ പോകണം അല്ലേ? ഇപ്പൊ ഇത് നമ്മൾ മേളിൽ ചെയ്ത ആ റബ്ബിംഗ് കോമ്പൗണ്ട് ആണല്ലോ ഇവിടെ? ചെറിയ സ്ക്രാച്ചുകളൊക്കെ മാറ്റി. ഈ കോമ്പൗണ്ട് തന്നെയാണ് കോമ്പൗണ്ട് നമ്മൾ സ്ക്രാച്ച് റിമൂവൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അത് നമ്മൾ ഈ ക്ലോത്ത് സെയിം തന്നെ അല്ലേ? അതെ അതെ. ഈ ഗ്ലാസ് ഇങ്ങനെയുള്ള ഏരിയകളിലെല്ലാം ഈ സെയിം ക്ലോത്ത് ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഇത്തരത്തിലുള്ള മെഷീനൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് മാറ്റം വന്നില്ലേ? സമയം ലാഭിക്കാം. പണ്ട് ഇത് നല്ല രീതിയിൽ ഒരാൾ ഒരു ദിവസം അതുമായിട്ട് ഇരിക്കണം, മെനക്കേടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. ഈ മെഷീൻസ് ഉണ്ടായത് വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങളോടും. ഇത് ഗ്ലാസിന്റെ, ഇത് മറ്റേ സെറിയം ഓക്സൈഡ് ഇട്ട് സെറിയം ഓക്സൈഡിന്റെ പ്രത്യേകത ഒരു ഹീറ്റ് ചെറുതായിട്ട് വരുന്ന ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ആ ഒരു ഹീറ്റ് വന്നിട്ട് ഇത് ഒന്ന് ക്ലീൻ ആവും. അതാണ് ഇതിനകത്ത് വരുന്ന കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് റബ്ബ് ചെയ്യാൻ പോവാണ്. കുറച്ച് നേരം ഇട്ടിട്ടുണ്ട് കേട്ടോ, കുറച്ച് നേരം വെച്ചിട്ടാണ് റബ്ബ് ചെയ്യുന്നത്. നമ്മൾ ഗ്ലാസ്സിൽ കണ്ട പോലെ തന്നെയാണ്, പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നൊരു കോമ്പൗണ്ടാണ് കേട്ടോ. ഭയങ്കര ഫാസ്റ്റായിട്ട് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടാണ് ഇത് റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇത്രയാണ് പരിപാടികൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെഡ് ലാമ്പും അതുപോലെ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലല്ലേ കോളോളാണ് നമ്മൾ ക്ലീൻ ചെയ്തേക്കുന്നത്. 2 എണ്ണം ക്ലീൻ ചെയ്ത്, അതായത് ആദ്യം നമ്മൾ ക്ലീൻ ചെയ്ത്, അത് സമയം എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് അല്ലേ. ഇത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഇത് ജസ്റ്റ് ഇതിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ഇത് വാക്സ് അല്ലേ. വാക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ തിളക്കം കുറച്ചുകൂടെ കൂടുതൽ കിട്ടും അല്ലേ. ഓക്കെ, ഇനി നമ്മൾ ഈ വാക്സ് ഗ്ലാസ്സിൽ അപ്ലൈ ചെയ്യുമോ? ഇല്ലില്ല, ഇതിനകത്ത് മാത്രമേ വാക്സ് അപ്ലൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിന് ഇതിനകത്ത് എല്ലാവർക്കും അറിയേണ്ട ഇതിൻ്റെ കോസ്റ്റ് എത്ര വരും? ഇത് നമ്മൾ പിന്നെ 1500 രൂപ. 2 ഗ്ലാസ് നമ്മൾ ചെയ്യുന്നതിന് 1500 രൂപ. 2 ഗ്ലാസോ അതോ ഹെഡ്ലൈറ്റ് 2 ഹെഡ്ലൈറ്റോടെ ക്ലീൻ ചെയ്യുന്നത് 1500 രൂപ അല്ലേ. അത് വണ്ടി ആയാലും അത് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതിന്റെ വർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ നമ്മൾ വണ്ടി നോക്കിയിട്ട്. യെല്ലോ കൂടുതലാണെങ്കിൽ ഇപ്പൊ ഈ വണ്ടിക്ക് എത്ര രൂപ നമ്മൾ ചാർജ് ചെയ്യുന്നത്? ഇതിപ്പോ നമ്മൾ ഒരു 1000 രൂപ എല്ലാം ചാർജ് 1000 രൂപ. അധികം യെല്ലോ പഴക്കോട്ടെങ്കിൽ അത്ര യെല്ലോ ഇല്ലായിരുന്നു. ഓക്കെ, വലിയ കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റി, അധികം സമയം എടുക്കാതെ തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് 1000 രൂപ കോസ്റ്റ് വരുന്നുള്ളൂ. ഗ്ലാസ് ക്ലീൻ ചെയ്തതിന് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നതിന് 1200 രൂപ. 1200 രൂപയാണ് ഫുള്ള് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നത്. എല്ലാ ഗ്ലാസ് ആണോ അതോ? അല്ല, പിന്നെ ഒരു ശരാശരി റേറ്റ് ആണ്. പിന്നെ ഇച്ചിരി വലിയ ഗ്ലാസ് ഒക്കെ ആകുമ്പോൾ അല്പം കൂടെ കൂടുതലാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഏത് വണ്ടി കൊണ്ട് എത്ര സമയം വേണ്ടി വരും? നമുക്കൊരു 2 മണിക്കൂർ. 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.